ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നാർസിസ്റ്റിക് ഫാമിലികൾ എന്തിനാണ് എന്തുകൊണ്ടാണ് ക്രൈമുകൾ കുറ്റകൃത്യങ്ങൾ ഒളിപ്പിക്കുന്നത്, ആരും അറിയാതെ അവരുടെ ഫാമിലിക്കുള്ളിൽ മാത്രം 4 ചുവരുകൾക്കുള്ളിൽ മാത്രം വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ മോഷണമാകാം, ഫിനാൻഷ്യൽ ഫ്രോഡ് ആവാം, വളരെ സീരിയസ് ആയിട്ടുള്ള ഇമോഷണൽ അബ്യൂസും ഫിസിക്കൽ അബ്യൂസും ഒക്കെ ആവാം. ഈ നാർസിസ്റ്റിക് ഫാമിലികളുടെ പ്രത്യേകിച്ചുള്ള ഒരു ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് ഇമേജ് എബവ് ഓൾ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഫാമിലിയുടെ ഇമേജ് ആണ് എല്ലാത്തിലും എന്തിനും ഏതിലും വലുത്. എന്തുകൊണ്ടാണ് നാർസിസ്റ്റിക് ഫാമിലികളിൽ ഈ ഫാമിലിയുടെ ഇമേജ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത്? നാർസിസ്റ്റ് കാരണം തന്നെയാണ്, അവരിലുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ കാരണം തന്നെയാണ് അത് എത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. കാരണം ഒരു നാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ കെയർഫുള്ളി കെട്ടിയുണ്ടാക്കുന്ന ഈ ഇമേജ് ആണ് മറ്റുള്ളവരുടെ മുന്നിൽ പെർഫെക്റ്റ് ആണെന്നും ഞാൻ സക്സസ്ഫുൾ ആണെന്നും ഞാനൊരു വളരെ മികച്ച ഒരു വ്യക്തിയാണെന്നുമുള്ള ആ ഒരു ഇമേജ് ഏത് തരത്തിലും ഈ ഫാമിലിയിൽ മറ്റുള്ള നാട്ടുകാർക്ക് മുന്നിൽ, വീട്ടുകാർക്ക് മുന്നിൽ, അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തിന് മുന്നിൽ, ലോകത്തിന് മുന്നിൽ അതങ്ങനെ തന്നെ നിലനിൽക്കണം. അതിനേക്കുന്ന ഏത് തരത്തിലുള്ള കോട്ടവും ഒരു നാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെൽഫിന്, അവരുടെ നാർസിസ്റ്റിക് സപ്ലൈക്ക് ഏക്കുന്ന ഏറ്റവും വലിയ അടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇമേജ് പ്രൊട്ടക്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഫാമിലിയാണ് എല്ലാത്തിനും ഉപരി എന്നുള്ള രീതിയിൽ അത് പറഞ്ഞുകൊണ്ടുള്ള മാനിപ്പുലേഷനും എല്ലാം ഈ നാർസിസ്റ്റിക് ഫാമിലികളിൽ വളരെ കൂടുതലായിരിക്കുന്നത്. കാരണം ഇവിടെ ഫാമിലി എന്ന് പറയുന്ന കാര്യം, ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ട ആ ഫാമിലിയുടെ അന്തസ് എന്ന് പറയുന്ന കാര്യം, ഫാമിലിയുടെ ഈഗോ എന്ന് പറയുന്ന കാര്യം, ഫാമിലിയുടെ ഇമേജ് എന്ന് പറയുന്ന കാര്യം, ഫാമിലിയുടെ സക്സസ് എന്ന് പറയുന്ന കാര്യം, ഫാമിലിയുടെ അഭിമാനം എന്ന് പറയുന്ന കാര്യമെല്ലാം നാർസിസ്റ്റിന്റെ അഭിമാനവും അന്തസ്സും ഈഗോയും ആണ്. 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് നാർസിസ്റ്റിക് ഫാമിലികൾ ക്രൈം ഒളിപ്പിക്കുന്നത്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ റീസൺ, പ്രൊട്ടക്ഷൻ ഓഫ് ദ നാർസിസ്റ്റ്. പ്രൈമറി അബ്യൂസറിനെ ഏത് വിധേനയും സംരക്ഷിക്കുക. ഒരു നാർസിസ്റ്റിക് പാരന്റ് ഇത്തരത്തിലുള്ള ക്രൈം എന്തെങ്കിലും കമ്മിറ്റ് ചെയ്താൽ, ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് നടത്തിയാൽ, ഒരു ഫിസിക്കൽ അസൾട്ട് നടത്തിയാൽ, ഒരു ചൈൽഡ് അബ്യൂസ് നടത്തിയാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അനമസ് ആയിട്ടുള്ള ക്രൈം നടത്തിയാൽ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ നാർസിസ്റ്റിക് ഫാമിലിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഇത് കവറപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. കാരണം അവിടെ 3 പ്രധാനപ്പെട്ട കുഴപ്പങ്ങൾ അവിടെ സംഭവിക്കും. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പാരന്റ് എക്സ്പോസ്ഡ് ആവും, നാർസിസ്റ്റിക് ഫാമിലിയുടെ ഇമേജ് തകരും, നാർസിസ്റ്റിക് പാരന്റിന് സപ്ലൈ ഇല്ലാതാവും. ഇതെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദുരന്തമാണ് ഒരു നാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ നമുക്കൊരു നാർസിസ്റ്റിക് ഫാദറിന്റെ എക്സാമ്പിൾ എടുക്കാം. അയാളുടെ ജോലി സ്ഥലത്ത് ഒരു പണം തട്ടിപ്പ് നടത്തി, ഒരു ഫ്രോഡ് നടത്തി. അപ്പോൾ ഈ ഒരു ക്രൈം അവരുടെ ഇനേബിളർ പാരന്റ് മദറും അറിഞ്ഞു, കുട്ടികൾ പറഞ്ഞു, മൂത്ത കുട്ടികൾ പറഞ്ഞു. ഇവര് ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിലും, അവര് ജെനുവിൻ ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും, തെറ്റ് ആണെന്ന് അറിയാം എങ്കിൽ പോലും അവിടെ പറയുന്ന കാര്യം, ഈ ഇനേബിളർ പാരന്റ് കുട്ടികളോട് പറയുന്ന കാര്യം, അച്ഛൻ ജയിലിൽ പോകും, അച്ഛൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാവും, നമ്മുടെ ഫാമിലി തകർന്ന് താറുമാറാവും. അപ്പൊ അതുകൊണ്ട് എന്ത് വിധേനയും നമ്മൾ അച്ഛനെ ഈ കാര്യത്തിൽ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെയും കൂടെ നിർത്തി എങ്ങനെയെങ്കിലും ഈ ഒരു ആളിനെ സംരക്ഷിക്കുക, ഈ ഒരാളിനെ ആ ക്രൈമിൽ നിന്നും രക്ഷിക്കുക, അല്ലെങ്കിൽ അത് പുറത്തറിയാതിരിക്കുക എന്നുള്ളതായിരിക്കും ഈ ഫാമിലിയുടെ പിന്നീടുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം. അപ്പൊ അച്ഛനൊരു തെറ്റ് ചെയ്തു, അച്ഛനൊരു വലിയ ക്രൈം ചെയ്തു എന്നുള്ളതല്ലായിരിക്കും പിന്നെ അങ്ങോട്ട് ഈ കുട്ടികൾ ഉൾപ്പെടെ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇനി അങ്ങോട്ട് നമുക്കാണ് എന്നുള്ള രീതിയിലായിരിക്കും പിന്നെ അങ്ങോട്ട് ഫാമിലി ആക്ട് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, പാത്തോളജിക്കൽ എൻമെഷ്മെന്റ് ആൻഡ് ഫ്ലൈയിങ് മങ്കീസ്. ഇവിടെ ഒരു നാർസിസ്റ്റുള്ള അല്ലെങ്കിൽ നാർസിസ്റ്റിക് ഫാമിലികളിലെല്ലാം അതിലെ ഫാമിലി മെമ്പേഴ്സ് എപ്പോഴും നാർസിസ്റ്റിനോട് വിധേയപ്പെട്ട്, അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഈ ട്രൈറ്റ്സിന്റെ, അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളിന്റെ ഈ വലയിൽ പെട്ട രീതിയിലായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ എപ്പോഴും അയാളുടെ ഫ്ലൈയിങ് മങ്കീസ് ആയിട്ട് നിന്നുകൊണ്ട്, അയാളുടെ ഇനേബിളേഴ്സ് ആയിട്ട് നിന്നുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഇയാൾ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അത് കവറപ്പ് ചെയ്യാനായിരിക്കും എപ്പോഴും ഇവർ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ എപ്പോഴും അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരന്റ് ആണെങ്കിൽ മറ്റേ പാരന്റ്, ഇനേബിളിംഗ് പാരന്റും ഗോൾഡൻ ചൈൽഡും, ഈ 2 പേരും, അത് 2 കൂട്ടരും ഈ നാർസിസ്റ്റിനോട് ട്രോമ ബോണ്ടഡ് ആയിരിക്കും. അപ്പോൾ ഹൈലി ട്രോമ ബോണ്ടഡ് ആയതുകൊണ്ട് തന്നെ ഇവർ വിചാരിക്കുന്നത് ഇവരുടെ ഇമോഷണൽ ആയിട്ടുള്ള, ഫിസിക്കൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള നിലനിൽപ്പ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ നാർസിസ്റ്റിന്റെ നീഡ്സിനെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം. അവർ ജെനുവിനായിട്ട് തന്നെ വിശ്വസിക്കാൻ തുടങ്ങും, ഞാൻ ഫാമിലിയുടെ ഇമേജ് അല്ലെങ്കിൽ ഫാമിലി പ്രൊട്ടക്ട് ചെയ്താണ് ജീവിക്കുന്നത്, ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്താണ് മുമ്പോട്ട് പോകുന്നതെന്നും, ഏതെങ്കിലും തരത്തിൽ ഈ രഹസ്യങ്ങൾ പുറത്തറിയുന്നത് ഈ നാർസിസ്റ്റിൽ ഉണ്ടാകുന്ന റേജ്, ആ റേജിനെ പേടിച്ചിട്ടും കൂടിയായിരിക്കും ഇവർ ജീവിക്കുന്നത്. ഈ സത്യം പുറത്താകുന്നത് പേടിച്ച് അത് ഒളിപ്പിച്ചുള്ള ആ ശീലം പിന്നെ അങ്ങോട്ടും ഇവരുടെ ലൈഫിൽ നിലനിൽക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു നല്ലൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് കാണുന്ന ക്രൈമുകളിലേക്ക്
ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അതായത് ഒരു ഗോൾഡൻ ചൈൽഡ്, നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന ഗോൾഡൻ ചൈൽഡ് ആയിട്ടുള്ള ഒരു ആൺകുട്ടി, അയാളുടെ ഭാര്യ അയാൾ ഫിസിക്കലി ഉപദ്രവിക്കുകയാണ്. ആ ഉപദ്രവിക്കുന്ന ഒരു ശീലം അയാൾക്കുണ്ട്. ഈ നാർസിസ്റ്റിക് ഫാമിലി ഇപ്പൊ അത് അവരുടെ സഹോദരിക്ക് അറിയാം, അല്ലെങ്കിൽ സഹോദരൻ അറിയാം. ഈ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവർ നാർസിസ്റ്റിക് ആയിരിക്കില്ല. പക്ഷെ എന്നാൽ പോലും ഈ ഫാമിലിയിൽ നിന്നുകൊണ്ട് ഈ ഒരാളുടെ ഇമേജ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇവർ മാക്സിമം ശ്രമിക്കും. ബാക്കിയുള്ളവരടുത്ത് പറയുന്നത് അവനങ്ങനെ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവന്റെ ജോലിയിലെ തിരക്ക് കാരണമാണ് അവനങ്ങനെ, ഇപ്പോഴത്തെ ആ ഒരു സ്ട്രെസ് കാരണം, ഒരുപാട് സ്ട്രെസ് കാരണമാണ് അങ്ങനെ. പെൺകുട്ടിയാണ് അനാവശ്യമായിട്ട്, അല്ലെങ്കിൽ ഈ ഭാര്യയാണ് അനാവശ്യമായിട്ട് അവനെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് അവനെ കൊണ്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അവളത് ഒരിക്കലും അത് മനസ്സിലാക്കി അവൾ പെരുമാറുന്നില്ല, അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന്. നേരെ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അവൻ പാവമാണ്, വെറും പാവമാണ്, അവനൊന്നും ചെയ്യില്ല, അവൻ അങ്ങനെ ഒരാളാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ആർഗ്യുമെന്റ്സിന്റെ പേരിൽ ഇങ്ങനെ നിന്നെ ഉപദ്രവിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവന്റെ ജീവിതം തന്നെ നീ നശിപ്പിക്കരുതേ, അതുകൊണ്ട് നിയമപരമായിട്ടൊന്നും നീ പോകരുതേ, അത് അവന്റെ സ്ട്രെസ്സിന്റെ പുറത്ത് ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഗ്യാസ്ലൈറ്റ് ചെയ്യുകയും ഗിൽട്ട് ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യപ്പെടുകയായിരിക്കും ഇവിടെ വിക്ടിമായിട്ടുള്ള ഒരു ഭാര്യ ഉണ്ടാവുക. അപ്പൊ അവര് അവര് വിചാരിക്കുന്നത് ഈ ഫാമിലി അവർക്ക് നല്ല ബന്ധമായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ഇയാളുടെ സിബ്ലിങ്സുമായിട്ട്, നല്ല സിസ്റ്ററുമായിട്ടും അല്ലെങ്കിൽ ബ്രദറുമായിട്ടും ഒക്കെ നല്ല ബന്ധമായിരിക്കും അവർക്ക് ഉണ്ടാവുക. പക്ഷെ അവർക്ക് അത്ഭുതമാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് അയാളെ സപ്പോർട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് കാര്യം അറിഞ്ഞുകൊണ്ടിരുന്നത്, സത്യം അറിഞ്ഞതുകൊണ്ട് തന്നെ ഇവരെന്താണ് ഇങ്ങനെ എന്നുള്ളത് എപ്പോഴും ഈ വിക്ടിമിന് കൺഫ്യൂസിംഗ് ആയിരിക്കും. അവിടെ വിക്ടിമായിട്ടുള്ള ആൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല ഇത്. ഇവർ ഈ കവർ അപ്പിംഗ് പരിപാടി എന്ന് പറയുന്നത് ഈ ഫാമിലി സിസ്റ്റത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഫാമിലിയുടെ ഇമേജ് സംരക്ഷിക്കാനുള്ള ഈ പരിപാടി തുടങ്ങിയത് ഇവരുടെ പാരൻസിന്റെ കുറ്റകൃത്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇവർ തുടങ്ങിയ ഒരു കാര്യമാണ്. അത് നിലനിന്ന് പോകുന്നതാണ്. ആ ഫാമിലി ഡൈനാമിക്സ് ഇന്ന് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും ഈ ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യം റീസെന്റ് ആയിട്ടുള്ള പല ഇൻസിഡൻസിലും നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഇൻസിഡന്റുകളിൽ കാണാനായിട്ട് സാധിക്കുന്ന ഒരു ട്രൈറ്റ് ആണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ലാക്ക് ഓഫ് എമ്പതി ആൻഡ് മോറൽ റിലേറ്റിവിസം. ഈ നാർസിസ്റ്റിന്റെ ഇൻഫ്ലുവൻസിലുള്ള ഫാമിലിയൊക്കെ ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള മോറൽ കോമ്പസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവരുടെ ബേസിക് ആയിട്ടുള്ള ആ ഫാമിലിയിലെ നിയമങ്ങളും ആ ഫാമിലിയുടെ റിയാലിറ്റിയും എന്ന് പറയുന്നത് എല്ലാം ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. ഈ ഫാമിലികളിൽ എമ്പതി എന്ന് പറഞ്ഞത് ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് വെപ്പണൈസ്ഡ് ആയിരിക്കും. അത് നാർസിസ്റ്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കാര്യമായിരിക്കും. പുറത്തുനിന്ന് ഫാമിലിയിലേക്ക് വരുന്ന ആൾക്കാരെ എല്ലാം ത്രെട്ടായിട്ടായിരിക്കും, കാണാനായിട്ടായിരിക്കും ഇവിടെ ഫാമിലി മെമ്പേഴ്സ് പരിശീലിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുക. ഇപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറയാം. ഈ ഒരു ഹോസ്റ്റലിൽ നിന്നിട്ടുള്ള ഒരു പെൺകുട്ടി ഹോസ്റ്റലുകളിൽ മോഷണം നടത്തുന്നു എന്ന് വിചാരിക്കുക. ഇതുപോലെ എല്ലാവരിൽ നിന്നും മോഷ്ടിക്കുന്നു. അപ്പൊ മോഷ്ടിക്കുന്നത് ഈ ഒരു പെൺകുട്ടിയാണെന്ന് അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഹോസ്റ്റൽ ഓണറിനെ റിപ്പോർട്ട് ചെയ്യുന്നു, അത് വലിയ ഇതാവുന്നു, എല്ലാവരും തെളിവടക്കം നിങ്ങളെ പിടിക്കുന്നു, ഇവരുടെ ഫാമിലിയെ വിളിക്കുന്നു. അപ്പോൾ ഫാമിലിയെ വിളിക്കുമ്പോൾ ഈ ഫാമിലി നാർസിസ്റ്റിക് ഫാമിലി ആയിരിക്കും, അതിലൊരു നാർസിസ്റ്റിക് പാരന്റ് ഉണ്ടായിരിക്കാം. ആ ഫാമിലി വരുമ്പോഴത്തേക്കും അവർ പറയുന്നത് ഈ കുട്ടിക്ക് ഒരു പ്രശ്നമില്ല, അങ്ങനെയൊന്നും ചെയ്യുന്ന ആളെ അല്ല, നമ്മൾ അങ്ങനത്തെ ഫാമിലിയാണ്, നമ്മൾ ഇങ്ങനത്തെ ഫാമിലിയാണ്, നമ്മൾ നല്ല ഭയങ്കര ഇതാണ്, ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നാണ് അവളെ, ആ രീതിയിൽ നമ്മൾ കൊണ്ടുവന്നതാണ്, അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല എന്നുള്ള രീതിയിലായിരിക്കും, കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഫാമിലി സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂസിങ് ആയി. അത് നിങ്ങൾ അങ്ങനെയല്ല വിചാരിക്കുന്നത്. ഈ ഫാമിലി മെമ്പേഴ്സ് ഇവരെ ശാസിക്കും എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വന്നിട്ട് അവരുടെ ഫാമിലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു, ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഈ പാരന്റ് അവരുടെ കുട്ടിയെ, അവർക്കറിയാം ഈ മാള് തന്നെയാണ് ചെയ്തതെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അവർ ആരും കാണാത്ത അവരുടെ 4 ചുവരുകൾക്കുള്ളിൽ വന്നിട്ട് ഇവരോട് പറയുന്നത്, നീ ഇനി ചെയ്യുന്നത് ഒരു മനുഷ്യനും കാണരുത്, ആരുടെ മുന്നിൽ ഇത് കാണിച്ച് നീ എന്നെ നാണക്കെടുത്തരുത്, എൻ്റെ ഇമേജ് അറിയാമല്ലോ, എൻ്റെ ഇമേജ് ഒരിക്കലും താഴെ പോകാൻ പാടില്ല, ഇത് കാരണം എൻ്റെ ഇമേജിനെ ഒരു വിധത്തിലും ബാധിക്കാൻ പാടില്ല, അതുകൊണ്ട് ഇനി നീ ചെയ്യുമ്പോൾ ആരും കാണരുത് എന്നായിരിക്കും അവർ പറയുന്നത്. 4ാമത്തെ കാര്യം, ദ ഫിയർ ഓഫ് എക്സ്പോഷർ ആൻഡ് റിട്ടാലിയേഷൻ, ദ കൊളാറ്ററൽ ഡാമേജ്. ഈ ക്രൈം എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാലുള്ള കോൺസിക്വൻസിനെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിൽ, ഇതിൽ ഇൻവോൾവ് അല്ലാത്ത ഫാമിലി മെമ്പേഴ്സ് പോലും പേടിക്കുന്നു. അവർക്ക് നാർസിസ്റ്റിന് വേണ്ടിയുള്ള കൺസേൺ മാത്രമല്ല, അവർക്ക് അവർ തന്നെ പിടിക്കപ്പെടുമെന്നുള്ള ഒരു പേടി ഇവിടെ ഉണ്ടാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നാർസിസ്റ്റിക് റേജ് അവർക്ക് അനുഭവിക്കേണ്ടി വരും, ഒഴിവാക്കപ്പെടലും ഒറ്റപ്പെടലും ഒക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വരും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വരും. കാരണം അവർ ഇതിന് കൂട്ടുനിന്നുകൊണ്ട്, ഈ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നുകൊണ്ട് തന്നെ. നാർസിസ്റ്റിക് ഫാമിലികളിൽ ചൈൽഡ് സെക്ഷൽ അബ്യൂസിന് വിധേയപ്പെടുന്ന ഒരു കുട്ടിയോട് ഇനേബിളിംഗ് പാരന്റ് പറയുന്നത്, നീ ഒരിക്കലും ഇത് പുറത്തു പറയരുത്, ഇത് ഏതെങ്കിലും തരത്തിൽ പുറത്തു പോയാൽ നിനക്കറിയാമല്ലോ, അച്ഛൻ ജയിലിൽ പോവും, നമ്മുടെ കുടുംബം തകരും, എല്ലാവരും നമ്മളെ വിട്ടുപോകും, നമ്മുടെ ഫാമിലി ഐസൊലേറ്റ് ചെയ്യപ്പെടും, പിന്നെ നമുക്കൊരു ജീവിതം ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും ഇനേബിളിംഗ് പാരന്റ് കുട്ടിയോട് പറയുന്നത്. അപ്പോൾ ഈ
ആ ഒരു ഫിയർ, കോൺസിക്വൻസിൻ്റെ ഫിയർ, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടുമെന്നും ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ കുടുംബത്തിലെ ഫാമിലി മെമ്പേഴ്സിനെ, ബാക്കിയുള്ളവരെ മുഴുവൻ എനിക്ക് നഷ്ടപ്പെടുമെന്നും ഉള്ള ഭയത്തിൽ ഈ കുട്ടി സൈലന്റ് ആവും എന്നുള്ളതാണ്. ഈ കുട്ടി ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയാതിരിക്കും എന്നുള്ളതാണ്. ഇനി വിക്ടിംസിന് ഇത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഹീൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത് അനുഭവിച്ചിട്ടുള്ളവർക്ക്, ഈ ബാക്കിയുള്ളവർക്ക് കെട്ടുകഥകളാണെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇത് കൃത്യമായിട്ട് അറിയായിരിക്കും. കാരണം ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് റിയാലിറ്റിയാണത്, വളരെ ഹാർഷായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള റിയാലിറ്റിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രീതിയിൽ വേണം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നത്, നമ്മളാണ് അതിനെ അത്രയും സീരിയസ്നെസ്സോടെ എടുക്കണം. നമുക്ക് ചുറ്റും ഇത് അത്രയും സീരിയസ്നെസ്സോടെ എടുക്കാൻ ആരുമില്ല എങ്കിൽ പോലും നമുക്ക് അത് ചെയ്യാനാകും. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇനി നമുക്ക് വേണ്ട ഹെൽപ്പ് എടുക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ റിയാലിറ്റിയെ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് റിയലാണ്, ആ സംഭവം. അത് എനിക്ക് സംഭവിച്ചത് തന്നെയാണ്. എൻ്റെ മെമ്മറികളെല്ലാം കറക്റ്റാണ്, എൻ്റെ തോന്നലുകളെല്ലാം ശരിയാണ് എന്ന് നിങ്ങൾ സ്വയം വാലിഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ബാക്കിയുള്ളവരെല്ലാം ഇൻവാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല, അതിനെ വളച്ചൊടിച്ചിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ഓർമ്മകളും നിങ്ങൾ കണ്ട കാര്യങ്ങളും നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളും ശരിയല്ല എന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. അതെല്ലാം ശരിയാണ്, അതെല്ലാം സത്യവുമാണ്. രണ്ടാമത്തെ കാര്യം, ദ സൈലൻസ് ഈസ് അബൌട്ട് ദം നോട്ട് യു എന്നുള്ളതാണ്. ഇവിടെ സംഭവിക്കുന്ന സൈലൻസ്, ഇവിടെ ആ സത്യം പുറത്ത് പറയാതിരുന്നതിൻ്റെ ഉത്തരവാദിത്തം അവർക്കുള്ളതാണ്. അവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ആ സമയത്ത് നമുക്ക് പുറത്ത് പറയാനുള്ള ധൈര്യം ഉണ്ടാവാതിരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരും ഇല്ലായിരുന്നതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഐസൊലേറ്റഡ് ആകപ്പെട്ടുകൊണ്ട്, കൺഫ്യൂസ്ഡ് ആകപ്പെട്ടുകൊണ്ട് ജീവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് സീക്രട്ട് കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്നോ അല്ലെങ്കിൽ നീ അങ്ങനത്തെ ഒരാളാണെന്ന് അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ബ്ലെയിമും നിങ്ങളുടെ ബ്ലെയിം അല്ലെന്നും അത് അവരുടെ ബ്ലെയിം ആണെന്നും ക്രൈം ചെയ്തവരാണ് യഥാർത്ഥ ഇവിടുത്തെ കുറ്റക്കാരെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിനെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, യു ഡിസേർവ് സേഫ്റ്റി ആൻഡ് ജസ്റ്റിസ്. നിങ്ങൾക്ക് സേഫ്റ്റി ഡിസേർവ് ചെയ്യുന്നുണ്ട്, ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അത് നിങ്ങൾ തെറാപ്പിയിലൂടെ ആണെങ്കിലും ട്രോമ ഇൻഫോംഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിനെ കണ്ടെത്തി തെറാപ്പി എടുക്കുന്നതിലൂടെ ആണെങ്കിലും ഈ ഫാമിലിയിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സ്വയം ലൈഫ് കെട്ടിപ്പടുക്കുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ സേഫ്റ്റിയും നീതിയും ഹെൽപ്പും ആവശ്യമാണ്. നാലാമത്തെ കാര്യം, സീക്ക് ഔട്ട്സൈഡ് സപ്പോർട്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഫാമിലിയിൽ നിങ്ങൾക്ക് നിൽക്കുന്ന ഫാമിലിക്കകത്ത് നിന്ന് നിങ്ങൾക്ക് ആരുടെയൊന്നും ഈ സർക്കിളിലുള്ള ആരുടെയും നിന്നും നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. കാരണം അത് കോംപ്രമൈസ്ഡ് ആയിട്ട് നാർസിസിസ്റ്റിന് കൺഫേമിംഗ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് നിന്ന് ഹെൽപ്പ് എടുക്കാനായിട്ട് നമ്മൾ മാക്സിമം തയ്യാറാവണം. അവിടെ ഹെൽപ്പ് എടുക്കാനുള്ള എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹെൽപ്പ് എടുക്കാനുള്ള എല്ലാ സോഴ്സസിൻ്റെയും നമ്പേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ലീഗലായിട്ടുള്ള ഹെൽപ്പാണെങ്കിലും തെറാപ്യൂട്ടിക് ഹെൽപ്പാണെങ്കിലും. തെറാപ്പിസ്റ്റിനെ ആണെങ്കിലും നിങ്ങൾക്ക് ട്രോമ ഇൻഫോംഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഈ ഒരു ബിട്രയൽ ട്രോമയൊക്കെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരാളിനെ ആയിരിക്കണം നിങ്ങൾ സമീപിക്കേണ്ടത്. അങ്ങനെ ഒരു തെറാപ്പിസ്റ്റിനെ സമീപിച്ച് ഈ കാര്യങ്ങൾ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് കിട്ടും. കാരണം അവർക്കും തെറാപ്പിസ്റ്റിനും നിങ്ങളെ ലീഗലി ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരിലേക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്ത് വിടാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊരു വലിയ സ്റ്റെപ്പാണ്. ആ ഒരു ഹെൽപ്പ് നിങ്ങളിപ്പോൾ എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് റിക്കവറിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ സാഹചര്യത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നൊന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നമ്പറുകളെല്ലാം ഞാൻ വിളിച്ചു നോക്കി കൺഫേം ചെയ്ത നമ്പറുകളാണ്. നിങ്ങൾക്ക് ഹെൽപ്പ് എടുക്കാൻ പറ്റുന്ന നമ്പറുകളാണ്. വിളിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. നിങ്ങളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വെൽബീയിങ് ഏത് വിധേനയും തിരിച്ചെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ പറയാൻ പറ്റുന്ന അനുഭവങ്ങൾ അത്രയും പറയുക. ഈ പറയുന്ന കാര്യങ്ങളിൽ മറ്റ് ഇപ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള വിക്ടിംസ് അല്ലാതെയുള്ള ആൾക്കാർ ഈ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന നാർസിസ്റ്റിക് വിക്ടിംസ് ഉണ്ടെങ്കിൽ ഈ സാഹചര്യത്തിലൂടെ ഇത്തരം അവസ്ഥകളിലൂടെ കടന്ന് പോവേണ്ടി വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഏതെങ്കിലും വിധത്തിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ നമ്പറുകൾ അവരിലേക്ക് എത്തിക്കുക. ഒരു ചെറിയ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി ഒരാളുടെ ജീവനായിരിക്കും രക്ഷപ്പെടുത്തുന്നത്. അതിലപ്പുറം ഒരു അച്ചീവ്മെന്റ് ലൈഫിൽ വേറെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണിന്റെ മുറിവിനെ സഹായിക്കുക, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഒരു ചെറിയ പ്രവൃത്തിയിലൂടെ ഇവിടെ സാധ്യമാണ്. അത് നിങ്ങൾ ചെയ്യണം എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും